പ്രിയപ്പെട്ടവരെ, 83 ബാച്ചിൽ നമ്മളെ കണക്ക് പഠിപ്പിച്ച ശ്രീമതി ലത ടീച്ചർ ഒരുപാട് ദൂരം, എറണാകുളം ജില്ലയിലാണെന്ന് തോന്നുന്നു, തൊടുപുഴയിൽ നിന്നും നമ്മളെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ലത ടീച്ചറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലത ടീച്ചർക്ക് ഒരു ആദരവ് മൊമെൻ്റ് കൊടുക്കുന്നതിന് വേണ്ടി ശ്രീമതി മിനിയെ ക്ഷണിക്കുന്നു. നമ്മളെ ഓർത്തുകൊണ്ട് മത്തായി മാസ്റ്റർ നടത്തിയ പുസ്തകവും ചിന്തായുക്തവുമായ പ്രസംഗത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നു. അടുത്തായി നമ്മളോട് സംസാരിക്കുന്നത്, അഭിവാദ്യം ചെയ്യുന്നത് നമ്മുടെ ശാന്ത ടീച്ചറാണ്. ശാന്ത ടീച്ചറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇപ്പോൾ 40 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇന്ന് ഒത്തുകൂടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടാവും. കമ്പളച്ചേട്ടൻ്റെ തൊടി, അമ്മൻ ചേച്ചിയുടെ മാങ്ങ, ഇപ്പുറത്തെ കപ്പത്തോട്ടം, ഇപ്പുറത്തെ റേഡാഫീസ്, ഇതൊക്കെ നിങ്ങളുടെ വിഹാര രംഗങ്ങളായിരുന്നു. ഇതൊക്കെ ഇവിടെയൊക്കെ വേണ്ടത്ര സമയം ചെലവഴിച്ച്, കാട് എല്ലാം നന്നായിട്ട് ചെലവഴിച്ച് സമയം കഴിച്ചവരാണ്. ഇതൊക്കെ നല്ലപോലെ ഓർത്തെന്ന് പറഞ്ഞ് രസിക്കാൻ ഒരു ദിവസം. പിന്നെ അരവിന്ദാക്ഷൻ എന്നോട് പറഞ്ഞിട്ട് കുറേ നാളുകളായി ഞങ്ങളിന്ന് കൂടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോഴാണ് അവർക്ക് അവസരം കിട്ടിയത്. മോഹിനി ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ഇങ്ങനെ കൂടുന്നുണ്ടെന്ന്. അപ്പോൾ അത്രയും നേരത്തെ തുടങ്ങി നിങ്ങൾ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ടാണ്. ഇത്രയും കുറച്ച് പിള്ളേരാണ് വന്നിട്ടുള്ളൂ. പക്ഷെ നിങ്ങളിൽ പലരെയും എനിക്ക് ഓർത്തെടുക്കാൻ എനിക്ക് താമസം വരുന്നുണ്ട്. കാണുന്നില്ലാത്തതുകൊണ്ടാണ്. അരവിന്ദാക്ഷനെയും അതുപോലെ മോഹിനി, പിന്നെ അച്ഛൻ, ഇങ്ങനെയുള്ളവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുള്ളതുകൊണ്ട് ഓർക്കാൻ പറ്റും. ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞ് മനസ്സിലാക്കി വരണം, എങ്കിലേ മനസ്സിലാവുന്നുള്ളൂ. പിന്നെ കുറേ പേരൊക്കെ ഇപ്പോൾ വർത്തമാനം പറഞ്ഞു, എല്ലാവരെയും മനസ്സിലായി. അപ്പം നിങ്ങളെല്ലാവരും തന്നെ വളരെ വിഷമിച്ചാണ് ഇങ്ങനൊരു വേദി ഒരുക്കി തന്നത്. ഞങ്ങൾക്കൊന്ന് കൂടാനും, ഞങ്ങളിപ്പോൾ ലത ടീച്ചറെ കണ്ടിട്ട് അന്ന് സ്കൂൾ വിട്ട് പോയപ്പോൾ കണ്ടതാണ്, അത് പിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതൊന്ന് കാണാൻ കഴിഞ്ഞു. അതുപോലെ ഇങ്ങനൊരു വേദി ഒരുക്കി തരുന്നത് കൊണ്ട് നിങ്ങൾ പഴയ കുട്ടികളെ കാണാൻ സൗകര്യം കിട്ടുന്നു, പഴയ ടീച്ചേഴ്സിനെ കാണാൻ സൗകര്യം കിട്ടുന്നു. അപ്പോൾ വലിയ സന്തോഷമാണ് അക്കാര്യത്തിൽ. നിങ്ങളുടെ ഇത്രയും യാഗോചരമായി പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ സന്തോഷം അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ച ശാന്ത ടീച്ചർക്ക് നന്ദി പറയുന്നു. നമ്മുടെ കൂടെ പഠിച്ച്, നമ്മളെ കളർ ക്ലാസ് താഴെയാണ് എങ്കിലും കൂടെ തന്നെയായിരുന്നു. ട്യൂഷൻ സെൻ്ററിലും കളിക്കാനും എല്ലാത്തിനും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ സഹപാഠി എന്ന് തന്നെ പറയാവുന്ന ജിനോ ജോർജ്. അദ്ദേഹം ഈ സ്കൂളിൽ തന്നെ അധ്യാപകനായി, ഇവിടെ തന്നെ പ്രധാന അധ്യാപകനായി. ഈ മാസം അദ്ദേഹം സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നിറവിൻ്റെ കർണവർ ജോർജിനെ ക്ഷണിക്കണം. സ്വാഗതം ജിനോ മാഷ്. ഇതൊരു മാഷ് മാത്രമല്ല, എൻ്റെ ഉറ്റ സഹപാഠിയാണ്, എന്താ പറയുക, സ്നേഹിതനല്ല, അതിന് കവിഞ്ഞ ഒരാളാണ്. എന്താവശ്യം വന്നാലും ഏത് സമയത്തും ഞങ്ങൾ കൂടെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു വ്യക്തി കൂടിയാണ്. നമുക്കിങ്ങനെ ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ താക്കോലെ തന്നിരിക്കുകയാണ്. ഇന്നത്തെ താക്കോൽ എൻ്റെ കയ്യിലാണ്, സ്കൂളിൻ്റെ താക്കോല് എൻ്റെ കയ്യിലാണ്. അത്രയും നമുക്ക് ഇത് കടപ്പെട്ടിരിക്കുകയാണ് മാഷ്. അടുത്തതായി ആശംസാർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ ശ്രീദേവി ടീച്ചർ.
എല്ലാ മക്കൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങൾ നേരുന്നു. എല്ലാവരെയും ഒന്നുകൂടി കാണാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പേരൊന്നും ഓർമ്മയില്ല, ക്ഷമിക്കുക. ഇനി കൂടുതലൊന്നും പറയാനുള്ള ശക്തിയും ധൈര്യവും എനിക്കില്ല. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മയും ആശംസിച്ചുകൊണ്ട് ശാരീരിക അസ്വസ്ഥതയുടെ കാര്യത്തിലും നമ്മളോടുള്ള സ്നേഹനിമിത്തം വളരെ ബുദ്ധിമുട്ടി ഇവിടെ എത്തിയ ശ്രീദേവി ടീച്ചർക്ക് നിറവിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തായി സംസാരിക്കാൻ ക്ഷണിക്കുന്നു, ആശംസ അർപ്പിക്കാൻ ക്ഷണിക്കുന്നു. വളരെ ദൂരം തൊടുപുഴ എറണാകുളം ജില്ലയുടെ അറ്റത്തു നിന്നാണ് വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലത ടീച്ചറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. വേദിയിലിരിക്കുന്ന അധ്യാപക സുഹൃത്തുക്കളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വെളുപ്പിന് ഒരു 5:30 മണിയായപ്പോൾ ബസ്സിൽ കയറിയതാണ്. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. യാത്രാക്ഷീണമൊക്കെ ഉണ്ട്, ഒന്നും കുഴപ്പമില്ല. നിങ്ങളെ കണ്ടപ്പോഴത്തേക്കും വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ ഈ ഫാദർ ആരാന്ന് ഇപ്പോൾ ഇവിടെ ചോദിക്കുകയത്. അപ്പോഴാണ് ഞാൻ ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ആരെങ്കിലും ആയിരിക്കും എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അപ്പോഴാണ് ഇവിടെ പറഞ്ഞത് നമ്മുടെ സ്റ്റുഡൻറ്റ് തന്നെയാണ്. വളരെ സന്തോഷം കണ്ടത്. പിന്നെ 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വേദിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. ഇതിന് തുടക്കം ഇട്ടത് നമ്മുടെ ജോസാണ്. ജോസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ജിനോയും. ഇവർ രണ്ടുപേരും കൂടി വളരെയധികം ശ്രമിച്ചിട്ടാണ് എൻ്റെ ഫോൺ നമ്പർ കിട്ടിയത്. അതൊക്കെ ഒരു കഥയാണ്. അതൊക്കെ പറയാൻ ആണെങ്കിൽ ജോസ് പറയായിരിക്കും. നിങ്ങൾക്ക് അത് കേൾക്കാനുള്ള സമയം കാണില്ല. അതുകൊണ്ട് പറയണോ? പറയാം. അതായത് ഞാൻ എൻ്റെ മോളുടെ 2ാമത്തെ കുട്ടിയുടെ ചോറൂണിന് ഗുരുവായൂരമ്പലത്തിൽ ഞങ്ങൾ ഫാമിലി സഹിതം 2 ദിവസം താമസിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയപ്പോൾ ഒരുപാട് വൈകിയാണ് ഉറങ്ങാനൊക്കെ കിടന്നത്. അങ്ങനെ നേരം വെളുത്തൊന്നും അറിഞ്ഞില്ല. ഈ ക്ഷീണം കാരണം എല്ലാവരും കിടന്നറിഞ്ഞു, ആരും അറിഞ്ഞില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പം ഞാൻ പകുതി ഉറക്കത്തിൽ ഈ ഫോൺ എടുത്തു. അതായത് ഫോൺ ചെയ്തത് ജോസായിരുന്നു. പിന്നെയുള്ള കഥയൊക്കെ ജോസ് പറയും. എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയാണ് പറഞ്ഞിട്ടാണ്. എന്തായാലും കുറച്ച് സമയം കൊണ്ട് തന്നെ എനിക്ക് ശരിക്കും ഉറക്കമൊക്കെ മാറി ബോധം വീണു. പിന്നെയാണ് ഇങ്ങനെ വിവരങ്ങളൊക്കെ അറിഞ്ഞ് കാര്യം മനസ്സിലായത്. അപ്പം അന്ന് ഇവിടെ ഞങ്ങൾ വന്നിട്ട് ചാവക്കാടൊക്കെ കുറേ പിള്ളേരൊക്കെ കൂടെ ഉള്ളവർക്ക് ടൂറൊക്കെ പോയി ക്ഷീണിച്ച വീട്ടിൽ ചെന്ന് ഒത്തിരി നടക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ പിന്നെ അവരുടെ ഗെറ്റ് ടുഗദറിന് വരാൻ എനിക്ക് സാധിച്ചില്ല. കാലിന് വേദനയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അത് ഭയങ്കര സങ്കടമായിപ്പോയി വരാൻ പറ്റാത്തതിൽ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ആ ഗെറ്റ് ടുഗദർ എൻ്റെ വീട്ടിൽ വെച്ച് ഒരു പ്രിയപ്പെട്ട കുട്ടികൾ അവിടെ വന്നു. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഒരു ദിവസം ഒരു മുക്കാൽ ഭാഗത്തോളം വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് അന്ന് അവിടെ ചിലവഴിച്ചു. അത് കഴിഞ്ഞാണ് മോഹിനി എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, മോനും പറഞ്ഞു, അമ്മ എന്തായാലും ഇതിനെങ്കിലും പോകണം, കുട്ടികളെയൊക്കെ കാണുകയും ചെയ്യും. എത്രയോ വർഷങ്ങളായി. അപ്പോൾ അതാ പറഞ്ഞു, ഇവിടുന്ന് ഞാൻ 79-ൽ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തതാണ്. 85-ൽ ഞാൻ ഇവിടുന്ന് പോയി. PSC കിട്ടി മലപ്പുറം ജില്ലയ്ക്കാണ് പോയത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് വർക്ക് ചെയ്ത സ്കൂൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. 17 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അപ്പം ആ സ്കൂളിനും ഈ സ്കൂളിനും ചില പ്രത്യേകതകളുണ്ട്. ചില ചെറിയ കാര്യങ്ങളൊക്കെ ഒരേപോലെയാണ്. അതെന്നുവെച്ചാൽ ഇവിടെ നമ്മുടെ സ്റ്റുഡൻറ്റ് ജിനോ ഹെഡ് മാസ്റ്റർ, അവിടെ ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റ് +2-ൽ അധ്യാപകനായിട്ട് വന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ ഇതുപോലെ എന്നെ വിളിച്ചു, ടീച്ചറെ ഞാൻ ഹയർ സെക്കൻഡറിയിൽ ജോലി കിട്ടി ജോയിൻ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. നമ്മൾ പഠിപ്പിച്ച സ്ഥാപനത്തിൽ നമ്മുടെ കുട്ടികൾ തന്നെ ഓരോ സ്ഥാനങ്ങളിൽ കയറി വരിക എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളെല്ലാവരെയും എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോയിൽ ഓരോരുത്തരുടെയും പേരുണ്ട്. അപ്പം ഞാൻ പല പ്രാവശ്യം ഈ ഫോട്ടോ ഇങ്ങനെ മറിച്ച് നോക്കി കുറേ കുട്ടികളെ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ട് അതിൽ. പക്ഷെ അവരെ ഇപ്പം ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഒന്നുകൂടെ നോക്കുമ്പോൾ ചിലപ്പം കാണും. കുറേ പേരൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ 40 വർഷമായില്ലേ, പിന്നെ ഓർമ്മക്കുറവുണ്ട്. പിന്നെ എന്നാലും കുറേ ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ കുറേ പേരൊക്കെ വേണമെങ്കിലും ഓർമ്മ വരും. പിന്നെ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ വരാൻ
ഇടയായത് 79 ഞാൻ B.Ed കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞ് ഇവിടെ ഞാൻ എൻ്റെ അച്ഛനും കൂടിയാണ് ഇൻ്റർവ്യൂവിന് വന്നത്. അന്ന് വേറെ കുറേ പേർക്ക് ഇൻ്റർവ്യൂവിന് വന്നിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് എന്തോ എനിക്ക് ഇവിടെ മാനേജർ നല്ലൊരു മനുഷ്യൻ, അദ്ദേഹം രാമൻകുട്ടി നായർ, ഇവിടെ ജോലി തന്നു. അങ്ങനെ 79 മുതൽ 85 വരെ ഇവിടെ ഞാൻ വർക്ക് ചെയ്തു. രണ്ടാമത് ഇവിടെ ഒന്ന് പരിചയപ്പെട്ടത് നമ്മുടെ ഹെഡ് മാസ്റ്റർ നാരായണൻകുട്ടി മാസ്റ്റർ സാറ് ഞങ്ങൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ, ഞങ്ങളെല്ലാവരും തന്നെ ചെറുപ്പക്കാരായിരുന്നു, അങ്ങനെ വലിയ അധ്യാപക പരിചയമൊന്നും ഇല്ലാത്തവരായിരുന്നു. ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തന്നു സാറ്. അങ്ങനെ പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മണിച്ചേച്ചി, നിങ്ങളെല്ലാവരും ഇന്ദിര ടീച്ചർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും 40 വർഷങ്ങൾക്ക് മുമ്പ് 40 വർഷങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ പ്രിയപ്പെട്ട മണിച്ചേച്ചിയാണ്. മണിച്ചേച്ചിയെ ഒരിക്കലും മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ താങ്ങും തണലുമായിട്ട് ഞങ്ങൾക്കൊരു മൂത്ത സഹോദരിയായിട്ട് തന്നെയായിരുന്നു മണിച്ചേച്ചി. ഞാനിപ്പോഴും ഓർക്കാം ആ മണിച്ചേച്ചിയുടെ ആ ഒരു ചിരി, എപ്പോഴും മായാത്തൊരു ചിരി, അതുപോലെ ഈ തൃശ്ശൂർ ശൈലിയിലുള്ള ഒരു സംഭാഷണം, അതൊക്കെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഉറച്ചെടുക്കുന്ന കാര്യമാണ്. ഇപ്പം വഴിയിൽ വെച്ചാണെങ്കിലും കാണാൻ സാധിച്ചു. അതുപോലെ ശ്രീദേവി ടീച്ചർ, എല്ലാവരും ഞങ്ങൾ ഓരോ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. ശാന്ത ടീച്ചർ, മത്തായി മാഷ്, ഇനിയുണ്ട് വരാത്തൊരു ഗീത ടീച്ചറൊന്നും അല്ലേ? അമ്മാളിക്കുട്ടിയാണെങ്കിൽ നല്ല ചായയും നല്ല പലഹാരങ്ങളും. ഞങ്ങൾ ഈ വാടക താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള സൗകര്യമില്ലായിരുന്നല്ലോ. അമ്മാളിക്കുട്ടി ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ നല്ല പലഹാരങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് തരും. അതുപോലെ അതൊന്നും മറക്കുന്നില്ല. ഞങ്ങൾ ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മതിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ബസ് കിട്ടാതെ വരുമ്പോൾ ആ പുൽത്തകടിയിൽ ഇരുന്ന് ഭയങ്കര വർത്തമാനം കളി സീരിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വളരെ സന്തോഷം. എനിക്ക് ഈ സ്കൂളിനെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നീറുന്ന ഒരു ഓർമ്മയുമില്ല, എല്ലാം സന്തോഷമായിട്ടാണ്. അതാണ് എനിക്ക് ഇപ്പോഴാണെങ്കിലും ഇങ്ങോട്ട് ഇത്ര ബുദ്ധിമുട്ട് ദൂരെയാണെങ്കിലും വരണം എന്നൊരു ആഗ്രഹം തോന്നിയത്. കുട്ടികളെ കാണണം, അധ്യാപകരെ എല്ലാവരെയും കാണണം, നാട്ടിൽ കുറച്ചൊക്കെ ആൾക്കാരുണ്ട്, അവരെയൊക്കെ ഒന്ന് കാണണം ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ നിങ്ങളെല്ലാവരും നല്ല രീതിക്കൊക്കെ ജീവിക്കുമെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. മക്കളൊക്കെ നല്ല നിലയ്ക്ക് എത്തിക്കണം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. എൻ്റെ കൂടെ എൻ്റെ മോൻ വന്നിട്ടുണ്ട്. അവന് എൻജിനീയറിങ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അവിടെ തൊഴിൽ മുനിസിപ്പാലിറ്റിയിൽ ജോലിയാണ്. ഇന്നങ്ങനെ അവധിയാണ്, അതുകൊണ്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. എന്നിട്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും സമാധാനം നിറഞ്ഞ ഒരു ജീവിതം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൻ്റെ ഉദാത്ത മാതൃക എന്ന് പറയാവുന്ന ആ ബന്ധം കൊണ്ടാണ് ഇത്രയും ദൂരത്തു നിന്ന് ഏതാണ്ട് ഒരു 150 കിലോമീറ്റർ ദൂരം ഉണ്ടാവും ടീച്ചറുമായിട്ടിടയ്ക്ക്. അവിടെ നിന്ന് വരണമെങ്കിൽ നമ്മളോടുള്ള ഈ സ്ഥാപനത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്ന് നമ്മളോട് 2 വാക്ക് സംസാരിച്ച ടീച്ചർക്ക് നിറവിൻ്റെ പേരിൽ ഞാൻ ആശംസ നേരുന്നു. അടുത്തതായി നമ്മുടെ പ്രിയങ്കരിയായ അമ്മാളിക്കുട്ടി ചേച്ചി നമ്മളോടൊപ്പം തോളോട് ചേർന്ന് എന്ന് പറയാം, വളരെ സൗഹൃദത്തോടും കൂടി ഉണ്ടായിരുന്ന ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫാണ്. അമ്മാളി ചേച്ചിയെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, 83 ബാച്ചിലെ പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു, അതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വിളിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇതിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ സംഘാടകരോടും പ്രത്യേകം നന്ദി പറയാണ്. ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനൊരു പരിപാടി നടത്തുന്നതുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ച് കാണാനും ഇന്ന് സംസാരിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും എല്ലാം സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ ഈ നൽകിയ ഈ സ്നേഹവിരുന്നിന് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഭാവി ജീവിതം ശോഭനമായി തീരുവാൻ ജഗദീശനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അമ്മാളി ചേച്ചിക്ക് നന്ദി പറയുന്നു. അടുത്തായി നമ്മോടൊപ്പം ഓടിക്കളിച്ച് നമ്മളോടൊപ്പം പഠിച്ച് കലയിച്ച് എല്ലാത്തിനും കൂടെ നിന്ന നമ്മുടെ പ്രിയപ്പെട്ട ജിനോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഈ സ്കൂളിൽ തന്നെ പഠിച്ച് ഈ സ്കൂളിൽ തന്നെ അധ്യാപകനായി ഈ സ്കൂളിൽ നിന്ന് HM ആയി റിട്ടയർ ചെയ്യണം. ഈ മാസം മെയ് 31 അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. 2 വാക്ക് നമ്മളോട് സംസാരിക്കാൻ ശ്രീ ജിനോ മാഷിനെ ആദരവോടെ ക്ഷണിക്കുന്നു.
വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയ അധ്യാപകർ, എൻ്റെ മാത്രമല്ല നിങ്ങളുടെയും പ്രിയ അധ്യാപകർ, എൻ്റെ കുഞ്ഞു ചേട്ടന്മാർ, ചേട്ടത്തിമാരെ, അങ്ങനെ വിളിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങളോടൊപ്പം 2 വർഷം, നിങ്ങൾ 9ലും 10ലുമായിരിക്കുമ്പോൾ ഞാൻ 8ലും 9ലുമായിട്ട് നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുസൃതികളെ കാണാനും ആസ്വദിക്കാനും അതിൻ്റെയൊക്കെ കൂടെ ഒരു ഭാഗമായി മാറാനും ഈ വിദ്യാലയത്തിൽ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ എന്നെയും നിങ്ങളെയും ഒക്കെ നമ്മളാക്കി വളർത്തിയ ഈ വിദ്യാലയത്തിൽ ഒത്തൊരുമിച്ച് കൂടാനും ഉള്ള ഒരു അവസരം ഉണ്ടാക്കിയ നിങ്ങളോട് ആദ്യമേ നന്ദിയുടെ പൂച്ചെണ്ട് അർപ്പിക്കുകയാണ്. 83 ബാച്ചിനോടുള്ള ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് വിദ്യാലയത്തിലേക്ക് കടന്നു വന്നത് അല്ലേ? ആദ്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷം വിദ്യാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയത്? എന്തെങ്കിലും തോന്നിയോ? നമ്മുടെ ഓർമ്മകളിലെ വളരെ ഇങ്ങനെ പുറകോട്ട് തന്നെയാണ് ചലിച്ചത്. 83-ലുള്ള അല്ലേ? എനിക്ക് തോന്നിയിട്ടുള്ളത് അന്ന് 83-ലെ സ്കൂൾ ലീഡർ അസാദായിരുന്നു. ഞാൻ എൻ്റെ വിദ്യാലയ ജീവിതത്തിൽ, എൻ്റെ കലാലയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമരം നടന്ന ഒരു വർഷമായിരുന്നു 83. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ ടീച്ചർമാരുമായിട്ട് കലയിക്കേണ്ടി വന്നൊരു വർഷം കൂടി ആയിപ്പോയത്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ലത ടീച്ചറും എനിക്ക് ടീച്ചർ ലീവിൽ ആയിരുന്നു എന്ന് സംശയമുണ്ട്. പിന്നെ നമ്മുടെ ഉഷ ടീച്ചർ എന്തായാലും ലീവിന് പോയിട്ടുണ്ട്, കാരണം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പുസ്തകത്തിനൊക്കെ ആയിട്ട് പോയതാണ്. അപ്പം ഞങ്ങളോട് ഇംഗ്ലീഷ് പുസ്തകം കൊണ്ടുവരണമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നത്തെ വേറൊരു ചരിത്രമുണ്ട്. ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന അത്ര നല്ലതല്ല എന്നൊരു ചിന്തയുള്ള ആളായിരുന്നു നമ്മുടെ നാരായണൻകുട്ടി മാഷ്, നമ്മുടെ അച്ഛൻ അല്ലേ? നിങ്ങളൊക്കെ പഠിക്കുമ്പോഴും മിക്സഡ് ക്ലാസ് ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആകെ മിക്സഡ് ക്ലാസ് ഉള്ളത് ഈ എ ക്ലാസ് ഉണ്ടാവും, അവിടെ ഉറുദു ഉണ്ടാവും, സംസ്കൃതവും. അതുകൊണ്ട് മാത്രം കുറച്ച് കുട്ടികൾ അവിടെ. ബി ക്ലാസ്സില് ആൺകുട്ടികൾ, പിന്നെ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടൊരു സി ക്ലാസ്. ഞാൻ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. സത്യത്തിൽ ആ ഒരു ശീലം അന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ബാച്ചിലാണെങ്കിൽ ഗെറ്റ് ടുഗദറിന് വന്നു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടികളുമായിട്ട് നമുക്ക് കാര്യമായിട്ട് എന്തുണ്ടായില്ല, ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഈ ഗെറ്റ് ടുഗദറിന് ശേഷമാണ് ആ ബന്ധം കൂടുതലായിട്ട് എന്ത് ചെയ്തത്, ഊഷ്മളമായിട്ട് വന്നത്. ഇപ്പം അങ്ങനെയല്ല അല്ലേ? നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് ഈ 42 വർഷത്തിന് ശേഷവും ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ കാര്യമായ ഒരു മാറ്റവും ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. വിദ്യാലയത്തിൽ കാണാൻ കഴിഞ്ഞു ഇല്ല? ഞാനൊരു ഫിസിക്കൽ അപ്പിയറൻസിലാണ് ചോദിച്ചത്. കാര്യമായിട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇത് നമ്മുടെ പണ്ടത്തെ ഒരു ക്ലാസ് മുറിയായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇതിലെയുള്ള വഴികളൊക്കെ അടച്ചു, പുറത്തേക്ക് ചാടാനുള്ള വഴികളൊക്കെ ഒന്ന് അടച്ചു. താഴത്തെ നില എന്ത് ചെയ്തു, കുറേ കൂടെ കാര്യക്ഷമമായി. നമുക്കറിയാം, രാമൻകുട്ടി നായരാണ് ഈ സ്കൂള് തുടങ്ങിയത്. പിന്നീട് 1990 ഈ സ്കൂള് നമ്മുടെ ഇട്ടമ്പള ചേട്ടൻ്റെ മോള് ലിസ് ചേച്ചി ഏറ്റെടുത്തു. അതിനുശേഷം 95 കാലഘട്ടത്തിൽ ഇത് മലങ്കര കത്തോലിക്ക സഭ ഈ സ്കൂള് വാങ്ങിക്കുകയാണ് ഉണ്ടായത്. ഇപ്പം മലങ്കര കത്തോലിക്ക സഭയുടെ കീഴിലാണ്, മൂവാറ്റുപുഴ രൂപതയുടെ കീഴിലാണ് ഇപ്പോൾ ഈ സ്കൂള് പ്രവർത്തിക്കുന്നത്. പിന്നെ എൻ്റെയൊക്കെ ഒരു സ്വപ്നം ഈ വിദ്യാലയത്തിൽ, ഞാനൊന്നും ഒരിക്കലും ഒരു അധ്യാപകനാകാൻ വേണ്ടി ആഗ്രഹിച്ച ആളെയല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്ത ഒരു പ്രൊഫഷനായിരുന്നു എൻ്റെ അധ്യാപനം. പക്ഷേ ദൈവം എന്നെ നിയോഗിച്ചത് എന്തിനായിട്ടാണ്? അധ്യാപനത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെയൊക്കെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്, നമ്മൾ ഏത് പണിയെടുക്കാനും തയ്യാറാണ്. ചെയ്യുന്ന പണിയോട് എന്ത് ചെയ്യാം, 100% ആത്മാർത്ഥ പുലർത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുമെന്നാണ്. എന്തായാലും ഇപ്പോൾ ഈ വിദ്യാലയം കഴിഞ്ഞ 2019 മുതൽ ഈ 100%, പണ്ട് പങ്ങാരപ്പള്ളി സ്കൂളിലായിരുന്നു ഈ 100% ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്ത് ചെയ്തു, ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 19 മുതൽ ഈ വർഷവും എന്ത് തന്നെയാണ്, ഈ 9-ാം തീയതി റിസൾട്ട് വരും. 100% വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ്, 100% ഉറപ്പുമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വിദ്യാലയം നാൾക്കുനാൾ നല്ല രീതിയിൽ വളർന്നു വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്.
അതിന് എല്ലാ ആളുകളുടെയും എന്തുണ്ട് സപ്പോർട്ട് നന്നായിട്ട് ഉണ്ട്. ഇനിയും എന്ത് ചെയ്യണം, ഈ വിദ്യാലയത്തോട് നിങ്ങളുടെ ഒറ്റ വാക്കേ ഉള്ളൂ, ഈ വിദ്യാലയത്തോട് നിങ്ങളുടെ കൂറ് എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. നമ്മളെ നമ്മളാക്കിയ വിദ്യാലയത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നിറവ് 83 എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ലിനോമാഷ്. നമ്മുടെ പ്രിയങ്കരിയായ ഗീത ടീച്ചർ എത്തിയിട്ടുണ്ട്. എൻ്റെ ടീച്ചറായിരുന്നു. ഇപ്പം ഞങ്ങൾ ഒരു സംഘടനയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. KSSTU ട്രെയിനർ യൂണിറ്റിൻ്റെ അംഗങ്ങളാണ്. പലപ്പോഴും ടീച്ചറെ ഞാൻ കാണാറുണ്ട്. അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമായിട്ട് ടീച്ചറെ ആദരിക്കുന്നതിന് വേണ്ടി ഒരു മൊമെൻറ്റോ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സതീഷ് ബാബുവിനെ ക്ഷണിക്കുന്നു. നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീമതി ഗീത ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞോ? ഞാൻ അടുത്ത താമസമൊക്കെ പക്ഷെങ്കിൽ ഇവിടെ ഇല്ലായിരുന്നു. 23-ാം തീയതി ഗുരുവായൂർക്ക് പോയിരിക്കുകയായിരുന്നു. അവിടെ താമസിച്ച് തൊഴുമായിരുന്നു. അതായത് മോളും കുടുംബമൊക്കെ അവിടെ റൂം എടുത്ത് താമസിച്ച് അവർ തൊഴുന്നുണ്ടെന്ന് അവരുടെ കൂടെ 2-3 ദിവസമൊക്കെ താമസിച്ച് തൊഴാം എന്നുള്ള ആഗ്രഹത്തിലുണ്ട് പോയി താമസിച്ചു. ഇന്ന് ഇപ്പം നിങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് പെട്ടെന്ന് രാവിലെ ഓടിപ്പോരുകയാണ് ചെയ്തത്. 10:45 ആയപ്പോഴാണ് 10:45 വണ്ടിക്കാണ് ഇപ്പോൾ ഇവിടെ വന്നിറങ്ങിയത്. പക്ഷേ ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അതായത് നിർമ്മാല്യം തൊഴാമെന്നും കണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഉറക്കം വന്നിട്ടൊന്നും വയ്യ. അത് കാരണം ഞാൻ വന്നിരുന്നു ഒന്ന് നേരത്തെ തലയിൽ കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് ഉറക്കം ഒന്ന് മാറ്റിയിട്ടാണ് ഇങ്ങോട്ട് ഓടിപ്പോകുന്നത്. അജി ഫോൺ വിളിച്ചിരുന്നു, പക്ഷെ ഞാൻ അറിഞ്ഞില്ല ഉറക്കമായിരുന്നു ബസ്സിൽ. അവിടുന്ന് കയറിയത് അറിയാം, അല്ലാതെ ഇവിടെ വന്ന് ഇറങ്ങിയത് മാത്രമേ അറിയുന്നുള്ളൂ. ഒന്നും അറിഞ്ഞിട്ടില്ല, നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ മാത്രമല്ല ഈ 23-ാം തീയതി വരെ വേറൊരു യാത്രയിലായിരുന്നു. ഒരു കാഞ്ചീപുരം, തിരുവണ്ണാമലയൊക്കെ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് അതുകൊണ്ട് ഒരു ബാച്ചിൻ്റെ എനിക്ക് കൂടാൻ പറ്റിയില്ലെന്ന്. അത് 27-ാം തീയതി ആയിരുന്നു. അന്ന് എനിക്കിവിടെ എത്താൻ പറ്റിയില്ല. ഇത് ഈ സമയത്തായതുകൊണ്ട് എനിക്ക് എത്താൻ പറ്റി. അതിൽ വളരെ സന്തോഷം. നിങ്ങളെയൊക്കെ കാണാൻ സാധിക്കുന്നത് തന്നെ വളരെ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ കരുതുന്നത്. കാരണം എപ്പോഴും ഞങ്ങൾക്ക് കുട്ടികളാണ്, പക്ഷെങ്കിൽ നിങ്ങളെ കണ്ടാൽ ഇപ്പോൾ പലരെയും തിരിച്ചറിയുന്നില്ല. ഈ അലങ്കാരത്തിനൊക്കെ ഇടയ്ക്ക് കാണുന്നത് കൊണ്ട് മാത്രം അജി അങ്ങനെ കുറച്ച് പേര് ഇവിടെ നോക്കിയിട്ടൊന്നും തിരിയുന്നുമില്ല. കണ്ണട വെച്ചിട്ട് എല്ലാം കൂടെ ഉയർത്തിട്ടാണെന്ന് അറിഞ്ഞുകൂടാ. എന്താണേലും ശരിക്കും കാണാൻ പറ്റുന്നില്ല. വെളിച്ചത്തിലേക്ക് വരുന്ന നമുക്ക് കണ്ട് സംസാരിക്കാം. എല്ലാവർക്കും നല്ലതാണ്, നല്ല കാലമാണെന്ന് തന്നെ വിചാരിക്കുന്നു. കാരണം എപ്പോഴും നമ്മളതാണല്ലോ ആഗ്രഹിക്കുക. നിങ്ങൾ പഠിച്ച കാലം പോലെ അല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ വളർച്ച, നമുക്കറിയാമല്ലോ. അപ്പം നിങ്ങൾക്ക് കുട്ടികളും കൊച്ചുമക്കളായിട്ടുണ്ടായിരിക്കില്ലേ? എങ്ങനെയായാലും ആ മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്താൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഈ ഇൻ്റർനെറ്റൊക്കെ ഉള്ള കാലമാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ട്, പക്ഷെ അതിൽ കൂടുതൽ ദോഷങ്ങളുമുണ്ട്. പിന്നെ പോരാത്തതിന് മയക്കുമരുന്നും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മക്കളിതിലൊന്നും അടിമകളാകാതെ അവർ നല്ല രീതിയിൽ വളരാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും നന്നായി ശ്രദ്ധിക്കുക.
ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒന്നും കിട്ടുന്നുമില്ല പറയാൻ. ഇപ്പോൾ ഓടി ഇങ്ങോട്ട് വന്നു കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഓടി വന്നതാണ്. അത് കണ്ടു. ഇനി നമുക്ക് ഇറങ്ങി വരുമ്പോൾ കൂടുതൽ കണ്ടു പരിചയപ്പെടാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.